ഹലോ, ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് 2 ദിവസമായി കേട്ടോ. ഇതെന്താ സംഭവം എന്നറിയോ? ഞാൻ കുറേ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ആലു പൊറോട്ട കഴിക്കാൻ തോന്നി. അപ്പം ഞാൻ നേരെ കിച്ചണിലേക്ക് വന്ന് ആദ്യത്തെ ട്രൈ ചെയ്യലാണ് കേട്ടോ. എന്താവുമെന്നൊന്നും എനിക്കറിയില്ല. ആലു നേരെ ഞാൻ പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അതേ മാവ്, നമ്മുടെ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. സാധാരണ പണ്ട് ചപ്പാത്തിക്ക് എക്സ്പേർട്ടാണ് ഞാൻ. ഇപ്പോൾ ഞാൻ അത്രത്തോളം എക്സ്പേർട്ടൊന്നും അല്ല. പണ്ട് ഡൽഹിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് നല്ല സൂപ്പറായിട്ട് ചപ്പാത്തി ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും ഉരുളക്കിഴങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനത് സ്പൂൺ വെച്ചിട്ടൊക്കെ കുത്തി ഉടയ്ക്കാൻ നോക്കിയിട്ട് വേവ് കറക്റ്റായില്ല. പിന്നെ എനിക്ക് വേവിക്കാനുള്ള മടിയൊക്കെ കൊണ്ടിട്ട് ഞാനത് കത്തി വെച്ചിട്ട് അരിഞ്ഞ് ഈ പരുവാക്കി. പിന്നെ അതിനകത്ത് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, വെളുത്തുള്ളിയല്ല, ഇഞ്ചി, നമ്മുടെ ഉള്ളി, പച്ചമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു മുളക് പൊടി. എനിക്കറിയില്ല ഇതിനകത്ത് മസാലകളൊക്കെ. ഞാൻ കുറേ വീഡിയോയിൽ അവിടെ ഇവിടെയൊക്കെ കണ്ടതൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കേട്ടോ. ഇട്ടിട്ട് ഞാൻ ആദ്യം കൈ വെച്ച് നന്നായിട്ട് ഞെവിടിയിട്ട് ഞാൻ സ്പൂൺ വെച്ചിട്ട് ആ വേകാത്ത കിഴങ്ങ് കുറച്ചും കൂടി ഒന്ന് ഉടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഉടച്ചെടുത്ത കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചപ്പാത്തിയുടെ മാവിൻ്റെ അതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പരത്തിയെടുത്തു. പക്ഷേ ഞാൻ നന്നായിട്ട് പാടുപെട്ടത് പൊട്ടാതെ എങ്ങനെയും ഒന്ന് പരത്തിയെടുക്കാൻ. നല്ല സോഫ്റ്റാണ്. ഇതിനകത്ത് സാധനം കൂടി ഇരിക്കുന്നത് കൊണ്ടിട്ട് കുറച്ച് പാടുപെട്ട് കേട്ടോ പരത്തിയെടുത്ത് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്രാവശ്യം ചെയ്തപ്പോൾ ഒരു കോൺഫിഡൻറ്റ് കിട്ടി. ഇനി ഒരു വട്ടം കൂടി ചെയ്ത് നോക്കണമെന്നുണ്ട് നല്ല പെർഫെക്റ്റായിട്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് നന്നായിട്ട് നമ്മുടെ ചപ്പാത്തി പാനകത്തിട്ടിട്ട് സെറ്റ് ചെയ്തെടുത്ത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഗ്രീൻ പീസ് കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എടുത്ത് കഴിച്ചു. പക്ഷേ ഇതിൻ്റെ കൂടെ കറി വേണമെന്നില്ല. നല്ല പെർഫെക്റ്റ് മസാലയായിട്ട് അതിനകത്ത് ചെയ്യുവാണെങ്കിൽ കറിയുടെ ആവശ്യമില്ല. പക്ഷേ ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫ്ലോപ്പൊന്നും ആയില്ല, നല്ലതായിരുന്നു. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വേറെ രീതിയിൽ കൂടെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ